ഉടായ്പകളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു ഉടായ്പ് നമ്മുടെ ഫോളോവേഴ്സ് ചെയ്യുന്ന ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ ഫോളോവേഴ്സ് ചെയ്ത രണ്ട് ഉടായ്പാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഉടായ്പ് നമ്പർ 1, നമ്മളൊരു മിനി ക്യാൻവാസ് പെയിന്റിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ 9 പെയിന്റിംഗ്സും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസ് അയച്ചിരുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ ഒരു വിന്നറിനെ സെലക്ട് ചെയ്യുന്ന പറഞ്ഞിരുന്നില്ല. ഓരോ എപ്പിസോഡ് കഴിയുന്ന സമയത്തും ഓരോരുത്തരും എനിക്ക് ഫോട്ടോസ് അയച്ചിരുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ചു ദിവസം മുന്നേ ഒരു കുട്ടി എനിക്ക് അതിൽ 7 ഫോട്ടോസും ഒരുമിച്ച് അയച്ചു തന്നു. അത് ഞാൻ ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ അതിലുള്ള എല്ലാ പെയിന്റിംഗ്സും ഞാൻ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ഇരിക്കുന്നത്. ഒരു ഉള്ളി വ്യത്യാസം ഇല്ലാതെ എന്ന് വെച്ചാൽ ഷെയ്ഡിങ്സ് ഒക്കെ അതേപോലെ. ഞാൻ തന്നെ ഒരു പെയിന്റിങ്സ് 2 തവണ ചെയ്താൽ 2 രൂപത്തിലാണ് ഷെയ്ഡിങ് ഇരിക്കുക. അത് കണ്ടപ്പോ ഐ വാസ് ലൈക്ക് ഇതിൽ എന്തോ ഒരു തകരാറുണ്ടല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ വരച്ചിട്ടുള്ള പിക്ചർ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ അത് നോക്കുമ്പോൾ അത് എക്സാക്ട്ലി സെയിം. അപ്പോഴാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. ഈ കുട്ടി വെച്ചിട്ട് ഇത് സെറ്റ് ആക്കി എടുത്തതാണ്. ഞാൻ ആ കുട്ടിന്റെ അടുത്ത് വീഡിയോസ് സെൻഡ് ചെയ്യണം, ഉടായ്പൊന്നും കാണിക്കരുത് എന്ന് പറഞ്ഞപ്പോ ആ കുട്ടീനെ അൺഫോളോ ചെയ്തിട്ട് പോയി. ഇനി ഉടായ്പ് നമ്പർ 2, നമ്മളൊരു സെൻ ഡൂഡിൽ ആർട്ട് ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിൽ നമ്മൾ വിന്നർ ആയിട്ട് സെലക്ട് ചെയ്ത കുട്ടിന്റെ പിക്ചർ കണ്ടിട്ട് കുറെ പേര് അത് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ കുട്ടിന്റെ അടുത്ത് വേറൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞപ്പോ ആ കുട്ടി ഫോട്ടോ ഒക്കെ അയച്ചു തന്നു. അപ്പോഴും നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെ തന്നെ, ബുക്കൊക്കെ അതുപോലെ ഇരിക്കുന്ന, ബാക്ക്ഗ്രൗണ്ട് മാത്രം മാറിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് പാവം ആ കുട്ടി വരച്ചതായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് മാത്രം ഒന്ന് വെച്ചിട്ട് എഡിറ്റ് ചെയ്തതായിരിക്കാം എന്നാ. എങ്കിൽ പിന്നെ അതിന്റെ ഒരു വീഡിയോ അയക്കുമെന്ന് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു ഞാനിപ്പോ അതിനുള്ള ഒരു സിറ്റുവേഷനിലല്ല, നിങ്ങൾ ഗിഫ്റ്റ് വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ആ കുട്ടിക്ക് തന്നെ കൊടുക്കാം, കുട്ടി കഷ്ടപ്പെട്ട് വരച്ചതായിരിക്കുമല്ലോ എന്നാണ്. അങ്ങനെ ചോദിച്ചപ്പോൾ ആ കുട്ടി എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. നമ്മുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ബ്ലോക്ക് ചെയ്ത് പോകേണ്ട ആവശ്യമില്ലല്ലോ. ചെയ്തത് രാജ്യദ്രോഹ കുറ്റമൊന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ പേര് ഇവിടെ പുറത്ത് വിടണില്ല. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഉടായ്പകളൊന്നും ചെയ്യാണ്ടിരിക്കും. പാവം നമ്മുടെ ചില ഫോളോവേഴ്സ് അക്രലിക് പെയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഉള്ള പെയിന്റ് ഒക്കെ വെച്ചിട്ട് വരയ്ക്കുന്ന സമയത്താണ് ഇതുപോലെയുള്ള ഉടായ്പകൾ ഇവർ ചെയ്യുന്നത്. ഇതുപോലെ ഉടായ്പ ചെയ്യുന്നവരെ വിന്നറായിട്ട് എനിക്ക് സെലക്ട് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് സെൻഡോട്ടിൽ ആർട്ട് ചലഞ്ചിന് പുതിയൊരു വിന്നറെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻസ് ടു പ്രവീൺ റോണിൻ.